ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രമേഹ രോഗികൾ അല്ലെങ്കിൽ പ്രമേഹം ഉണ്ടോ എന്ന് സംശയിക്കുന്ന ആൾക്കാർ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ലബോറട്ടറി ടെസ്റ്റുകളെ പറ്റിയാണ്. ഈ ടെസ്റ്റുകൾ ചെയ്യുന്നത് വഴി അവരുടെ ശരീരത്തിലെ ഷുഗറിൻ്റെ അളവ് അല്ലെങ്കിൽ ഷുഗർ കൺട്രോൾ ആണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഓരോ ടെസ്റ്റുകളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ FBS അഥവാ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറാണ്. ഒരു 8 മുതൽ 12 മണിക്കൂർ വരെ ഭക്ഷണം കഴിക്കാതിരിക്കുകയും അതിനുശേഷം ബ്ലഡിലെ ഷുഗറിൻ്റെ അളവ് നോക്കുന്ന ഈ ടെസ്റ്റിനെയാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ 100 mg/dL താഴെയാണെങ്കിൽ നോൺ ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹ രോഗം ഇല്ല എന്ന് മനസ്സിലാക്കാം. 100 മുതൽ 125 mg/dL വാല്യൂ എങ്കിൽ പ്രീ ഡയബറ്റിസ് ആയിട്ട് കണക്കാക്കുന്നു. അതായത് പ്രമേഹ രോഗം വരാനും വരാതിരിക്കാനുമുള്ള ചാൻസ് ഉണ്ട്. 126 mg/dL മുകളിലാണ് വാല്യൂ എങ്കിൽ ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹ രോഗികളായിട്ട് കണക്കാക്കുന്നു. അടുത്തത് PPBS അഥവാ പോസ്റ്റ് പാരൻഡിയൽ ബ്ലഡ് ഷുഗർ. ഭക്ഷണം കഴിച്ച് ഒരു 2 മണിക്കൂർ ആവുമ്പോൾ ബ്ലഡിലെ ഷുഗറിൻ്റെ അളവ് നോക്കുന്ന ഈ ടെസ്റ്റിനെയാണ് PPBS എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ വാല്യൂ 140 mg/dL താഴെയാണെങ്കിൽ നോൺ ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹ രോഗി അല്ല എന്ന് മനസ്സിലാക്കാം. 140 മുതൽ 199 mg/dL ഇടയ്ക്കാണ് വാല്യൂ എങ്കിൽ പ്രീ ഡയബറ്റിസ്, അതായത് ഷുഗർ രോഗം ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനുമുള്ള ചാൻസ് ഉണ്ട്. വാല്യൂ 200 mg/dL മുകളിലാണ് ലഭിക്കുന്നതെങ്കിൽ ഡയബറ്റിസ്, അതായത് പ്രമേഹ രോഗിയായിട്ട് കണക്കാക്കുന്നു. അടുത്തത് HbA1c ടെസ്റ്റാണ്. ഷുഗറിൻ്റെ ബ്ലഡിലെ 3 മാസത്തെ ആവറേജ് ലെവൽ, അതായത് ഷുഗറിൻ്റെ അളവ് ബ്ലഡിൽ കൺട്രോൾഡ് ആണോ അതോ അധികമാണോ തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റാണിത്. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5.6% അകത്താണെങ്കിൽ നോർമലായിട്ട് കണക്കാക്കുന്നു. 5.7 മുതൽ 6.4% അകത്താണ് വാല്യൂ എങ്കിൽ പ്രീ ഡയബറ്റിസ്, അതായത് ഷുഗർ വരാനും വരാതിരിക്കാനുള്ള ചാൻസ് ഉള്ളതായിട്ട് കണക്കാക്കുന്നു. 6.5% മുകളിലാണെങ്കിൽ ഡയബറ്റിസ്, അതായത് പ്രമേഹ രോഗം ഉണ്ടെന്ന് മനസ്സിലാക്കാം. അടുത്തത് ക്രിയാറ്റിനിൻ ടെസ്റ്റ്. ഇത് പ്രധാനമായിട്ടും കിഡ്നിയുടെ ഫംഗ്ഷനെ സൂചിപ്പിക്കുന്ന ഒരു ടെസ്റ്റാണ്. ഷുഗർ രോഗം അധികമായിട്ടുള്ളവരിൽ അത് കിഡ്നിയെ ബാധിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ടെസ്റ്റാണ്. ഇതിൻ്റെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് 0.6 മുതൽ 1.3 mg/dL ആണ്. അടുത്തത് യൂറിൻ റുട്ടീൻ ടെസ്റ്റ്. ഇത് പ്രധാനമായിട്ടും ഷുഗർ രോഗമുള്ള ആൾക്കാരിൽ യൂറിൻ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അത്തരത്തിൽ യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടോ, യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ പസൽസ് അതേപോലെ തന്നെ ബാക്ടീരിയ കാര്യങ്ങളൊക്കെ യൂറിനിൽ കാണിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ കിഡ്നിയെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ യൂറിനിൽ ആൽബുമിൻ അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ പ്രസൻസ് കാണിക്കുന്നതായിരിക്കും. അതേപോലെ ലിവറിനെ ഒക്കെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ബിലിറുബിൻ്റെ അളവും യൂറിനിൽ കാണിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഷുഗർ രോഗം കൂടുതലുള്ള ആൾക്കാരിൽ യൂറിനിൽ കീറ്റോൺ ബോഡീസ് ഉണ്ടോ, അതേപോലെ തന്നെ യൂറിനിലൂടെ ഷുഗറിൻ്റെ ലീക്കേജ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും യൂറിൻ ടെസ്റ്റ് വഴി ഉപകരിക്കുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഷുഗർ രോഗികൾ അറിഞ്ഞിരിക്കേണ്ട കോമൺ ലബോറട്ടറി ടെസ്റ്റുകൾ.